ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് തേസ്ഡേ ആയിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. ഫ്രൈഡേ ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് നമ്മൾ ഫ്രൈഡേ ലൈവ് സെഷൻ കാര്യങ്ങളൊന്നും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, വ്യാഴാഴ്ച ആയിരുന്നു നമ്മുടെ ട്രേഡിംഗ് പ്ലാൻസും സെഷൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാം. തേഴ്സ്ഡേ ഓൺവേർഡ്സ് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്തത്, ഫ്രൈഡേ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇന്ന് മാർക്കറ്റ് റിലവൻ്റ് ആയിട്ടുള്ള പ്ലാൻസും മൂവ്മെന്റ്സും എന്ത് ചെയ്യാം, പ്രഡിക്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഗോൾഡ് എടുക്കുന്ന ടൈമിൽ ഗോൾഡിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾ ടൈം ഹൈ ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ടോപ്പിലാണ് ഗോൾഡ് നിൽക്കുന്നത്. ഇപ്പം അത് ഗോൾഡിന്റെ പ്രൈസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, മേ ബി 1 lakh ഒക്കെ ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഏകദേശം 4398 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം 1 lakh അബോ ആവാൻ ചാൻസസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് ഗോൾഡ് നിൽക്കുന്നത്. ഓൾ ടൈം ഹൈയിലാവുന്ന ടൈമിൽ നമ്മൾ അങ്ങനെ ഗോൾഡിൽ വല്ലാണ്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കൂല, കാരണം കുറച്ച് വോളറ്റൈൽ ആയിരിക്കും മാർക്കറ്റ്. ചിലപ്പോൾ ഇവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള ചാൻസസ് ഉണ്ട്. എല്ലാ മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ മുകളിലോട്ട് കയറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അവിടെ പ്രോപ്പർ ഒരു പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് അതിന്റെ ബേസിൽ മാത്രം ഗോൾഡിൽ എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കുക. കാരണം ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ തേഴ്സ്ഡേ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നോക്കാം. തേഴ്സ്ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരു ബൈ സൈഡ് എൻട്രി ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തേഴ്സ്ഡേ നമുക്ക് നല്ല ഹൈ ഇമ്പാക്റ്റ് ഉള്ള ന്യൂസസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രൈസ് എടുത്ത് മാർക്കറ്റ് ഇവിടുന്ന് ഏകദേശം ഒരു അത്യാവശ്യത്തിന് പിപ് സൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 2000 അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പിപ്പ് വന്നിട്ടുണ്ട്. ദെൻ ന്യൂസിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും താഴത്തോട്ട് തന്നെ വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഉള്ള ലിക്വിഡിറ്റീസും കൂടെ ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്യും, മുകളിലോട്ട് തന്നെ പോയി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി. അതുവരെ ഒരു ഡൗൺ സൈഡ് എൻട്രി ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് എന്താണ്, ഇന്റേണൽ തന്ന് മുകളിലോട്ട് പോവുകയാണ്. സോ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ ചാൻസസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർലി മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി. ഇപ്പൊ കറന്റ് മാർക്കറ്റ് നിൽക്കുന്നത് അപ് ട്രെൻഡിലാണ്. ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ ഹയർ പോയിന്റ് ഇതായിരുന്നു. അതിന്റെ ഹയർ ലോ ആയിട്ട് ഈ ഒരു ഏരിയ ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ തേഴ്സ്ഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയ ഇവിടെ ആയിരുന്നു. അവിടുന്ന് എക്സാക്ട്ലി എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ട്രേഡ്സ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ന്യൂസ് ടൈം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു റിസ്ക് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടായിരുന്നു ട്രേഡ്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്തു, ഏരിയ ബ്രേക്ക് ചെയ്തു. ആ ഒരു ഏരിയനെ വീണ്ടും എന്ത് ചെയ്തു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി. ഈ ഒരു ഹൈനെ വീണ്ടും എന്ത് ചെയ്തു, മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് എടുത്തു. ഓക്കെ, പുതിയ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇപ്പൊ മാർക്കറ്റിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഹൈ ഇതാണ്. ഓക്കെ, ഹൈ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഫോം ആയിട്ടില്ല. ഓക്കെ, ഹൈ കൺഫേം ആവണം. ഒരു 3 candle കൺഫർമേഷൻ കിട്ടിയിട്ട് ഹൈ കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സ്വിംഗ് ഹൈ ടു ഇതൊരു സ്വിംഗ് ലോ ആയിട്ട് എന്ത് ചെയ്യാം, ട്രേഡിംഗ് റേഞ്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കറന്റ് ട്രേഡിംഗ് റേഞ്ച് ഫോം ആയിട്ടില്ല. ഫോം ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 3 candle കൺഫർമേഷൻ കിട്ടിയിട്ട് എന്ത് ചെയ്യണം, നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ഏരിയ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരിക്കലും ഞാൻ ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് ഇവിടെയുള്ള ഏരിയാസ് ഒന്നും എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറയില്ല, ട്രേഡ് എടുക്കാൻ വേണ്ടി പറയൂല. ഇവിടെ നിന്നൊക്കെ ഏതെങ്കിലും ഒരു ഏരിയ എടുത്ത് മാർക്കറ്റിൽ ലോവർ ടൈം ഫ്രെയിമിൽ ഒരു റിവേഴ്സലും കൂടെ കാണിച്ച് തന്നു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്താൽ മതി, ബൈയിങ് സൈഡ് എക്സ്പെക്ട് ചെയ്താൽ മതി. കാരണം ഗോൾഡ് ഓൾ ടൈം ഹൈയിലാണ്. മാർക്കറ്റ് പല രീതിയിലും എന്ത് ചെയ്യാം, മാനിപ്പുലേഷൻസും വോളറ്റിലിറ്റിയും കാണിക്കാം. പിന്നെ ഡിസംബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്ക് ഒക്കെയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മേ ബി മാർക്കറ്റിൽ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കിയിട്ട് വേണം ട്രേഡ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. എന്തായാലും നമുക്ക് ബൈ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ മേ ബി ഇവിടൊക്കെ ലിക്വിഡിറ്റീസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ ഒരു നല്ലൊരു സെല്ല് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടർ എൻട്രി വേണമെന്നുണ്ടെങ്കിൽ സെല്ല് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, പുൾ ബാക്ക് എൻട്രി എടുത്ത് വരാം. ലോ റിസ്കിൽ, ഏറ്റവും ലോ റിസ്കിൽ മാത്രം പുൾ ബാക്ക് എൻട്രി എടുത്ത് വരാം, ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് ഒക്കെ നോക്കിയിട്ട്. ദെൻ ഇവിടെയുള്ള ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റിൽ ഒരു ലോവർ ടൈം ഫ്രെയിം പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ് കാണിക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ബൈ സൈഡ് എൻട്രി നോക്കുക. ഇതാണ് ഇവിടെ ഇപ്പൊ നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷൻ ഗോൾഡിനെ സംബന്ധിച്ചിട്ട്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറച്ചും കൂടെ എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. ഇവിടെ നിന്നും ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്യില്ല, ഫോക്കസ് ചെയ്യില്ല. കാരണം ഇതെല്ലാം ഒരു ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാനുള്ള ചാൻസസ് ആണ്. ഓൾറെഡി മാർക്കറ്റിൽ എല്ലാ ഫണ്ടും വെച്ചിട്ട് മാർക്കറ്റ് ഓൾ ടൈം ഹൈ എടുത്തു. ഇനി മാർക്കറ്റിന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ട് വേണം, ഓർഡേഴ്സ് വേണം. ആ ഓർഡേഴ്സ് ഇവിടുന്ന് ആയിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. എത്രയും ലിക്വിഡിറ്റീസ് കളക്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ സോ ഒരു ബിഹേവിയർ നോക്കി, പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ് നോക്കി, സ്ട്രക്ചർ നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ട്രേഡ്സ് കൂടുതൽ കൺസിഡർ ചെയ്യുക. റിസ്കി എൻട്രി, അഗ്രസീവ് എൻട്രി, ഡയറക്റ്റ് എൻട്രി ഒക്കെ മാക്സിമം എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഗോൾഡിന്റെ നമ്മൾ ഇന്നത്തെ വ്യൂ.
ദെൻ GBP USD. ഓക്കെ, GBP USD നമ്മൾ ലാസ്റ്റ് തേഴ്സ്ഡേ ഇവിടുന്ന് ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്ര സ്ട്രോങ് മൂവ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, കാരണം ഇവിടെ അത്ര നല്ല ഏരിയാസ് ഒന്നുമില്ല. റിവേഴ്സൽ നോക്കി ഇവിടുന്ന് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ട്രേഡ്സ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർലി ഇവിടുന്ന് വലിയ റിയാക്ഷൻസ് ഒന്നും തന്നില്ല. ലോവർ ടൈം ഫ്രെയിമിലുള്ള കൺഫർമേഷൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, അവിടുന്ന് കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒരു റിയാക്ഷൻ കാണിച്ചു അല്ലേ, കാരണം അത്ര സ്ട്രോങ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. പിന്നെ അവിടുന്ന് എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു കറക്ഷൻ കാണിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്തു, മാർക്കറ്റ് മേലോട്ട് പോയി അല്ലെ. മുകളിലോട്ട് പോയിട്ട് ഇവിടെയുള്ള ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു പോയിന്റ് എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഇറക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഒന്നും എടുക്കാനില്ല. ഏറ്റവും എക്സ്ട്രീം പോയിന്റ് എന്നാണ്, ഡൗൺ ട്രെൻഡ് ആണ്, ഏറ്റവും എക്സ്ട്രീം പോയിന്റ് എന്നാണ് മാർക്കറ്റ് ഇറങ്ങുന്നത്. സോ നമുക്ക് അതിന്റെ ഒരു കണ്ടീഷൻ ആയിട്ട് എന്ത് ചെയ്യാം, കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്നൊരു സെൽ എന്ത് ചെയ്യാം, GBP എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ ഇത്രയും ലിക്വിഡിറ്റീസ് ഉണ്ട്, അതെല്ലാം മാർക്കറ്റ് ക്ലിയർ ചെയ്തു. ഏഷ്യന്റെ ഹൈ ഉണ്ട്, ഈ ഒരു ഏരിയ ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇന്നൊരു സെൽ സൈഡ് എൻട്രി എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് നമുക്കൊരു സെൽ സൈഡ് എൻട്രി ഇന്ന് GBP USD എന്ത് ചെയ്യാം, നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ GBP USD ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് ഇത്ര ഏരിയസ് നമ്മൾ ലിക്വിഡിറ്റീസ് ആക്കി എടുത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യും, ഇറങ്ങും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തി അതിൻ്റെതായിട്ടുള്ള കൺഫർമേഷൻസും ഏരിയ പ്രിസൈസ് ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഓർഡർ ബ്ലോക്കുകൾ അല്ലെങ്കിൽ അതിന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഏകദേശം എത്ര വരുന്നുണ്ട്, ഡയറക്റ്റ് എൻട്രി കയറുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻട്രി കയറണ്ട. ഓക്കെ, മാക്സിമം എന്ത് ചെയ്യുക, ഇതിന്റെ ഒരു ഹാഫിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, കയറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അത് മാർക്കറ്റ് ബിഹേവിയർ അനുസരിച്ചിട്ട് മാത്രം മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ GBP USD ഇന്നത്തെ പ്ലാൻ. ദെൻ യൂറോ യു എസ് ഡി നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ തേഴ്സ്ഡേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ലായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഓക്കെ, മാർക്കറ്റിൽ ഈ ഒരു ഏഷ്യന്റെ ലോയും കാരണം ഓൾറെഡി ഇവിടുന്ന് ഒരു ഏരിയ എടുത്ത് വരികയാണ്. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള ലെവലിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് സെല്ലാണ് എക്സ്പെക്ട് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ഡയറക്റ്റ് എൻട്രി ആണ് എന്ത് ചെയ്തത്, കയറിയത്. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും ഈ ഒരു ഹാഫിലാണ് എന്ത് ചെയ്യുക, ട്രേഡ് ഇട്ട് വെക്കുക. പക്ഷെ ഹാഫിലോട്ടൊന്നും എത്തിയില്ല, ഡയറക്റ്റ് എൻട്രി എടുത്തിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ആയി. ഏകദേശം ഒരു 1:3 മേലോട്ട് കിട്ടിയിട്ടുണ്ട്. എബോവ് 1:3 എന്ത് ചെയ്തിട്ടുണ്ട്, റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് പിന്നെ ന്യൂസിന്റെ ബേസിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് മൂവ്മെന്റ് മേലോട്ട് പോയിട്ട് എന്ത് ചെയ്തു, ആ ഒരു ഏരിയ മൊത്തത്തിൽ ലിക്വിഡിറ്റി ആക്കിയിട്ട് ഗ്രാബ് ചെയ്തിട്ട് പിന്നെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഇറങ്ങിയത്. സോ നല്ലൊരു ലിക്വിഡിറ്റി ഗ്രാബ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഇറങ്ങുന്നത്. സോ നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എൻട്രി ആയിട്ടാണ് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സെൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇവിടെ കണ്ടോ, ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രസ്റ്റിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനാണ് മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഡയറക്ഷൻ 50 മിനിറ്റ് ബയാസിൽ നോക്കുമ്പോൾ ഡൗൺ ട്രെൻഡ് ആണ്. ഈ ഒരു ഏരിയ ആണ് ലാസ്റ്റ് ഉണ്ടാക്കിയ ലോവർ ലോ. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എടുക്കാനാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ ഉണ്ട്, ഇതിനൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്യുന്നുള്ളതിനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയ നിന്നാണ് ഇറങ്ങുന്നത്. സോ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള ലെവലിൽ ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു സെൽ എന്ത് ചെയ്യാം, യൂറോ USD എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ യൂറോ USD പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ 3 പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോൾഡിൽ നമ്മൾ കുറച്ച് റിസ്കി ആണ്, കാരണം ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ബൈ സൈഡ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ലോവർ ടൈം ഫ്രെയിമിലുള്ള കണ്ടിന്യൂഷൻ നോക്കിയിട്ട് കൺഫർമേഷൻസ് നോക്കി പ്രോപ്പർ സ്ട്രക്ചർ ബിൽഡ് ആയാൽ മാത്രം എന്ത് ചെയ്യാം, ഗോൾഡിൽ നമ്മൾ ട്രേഡ് എടുക്കും. ദെൻ GBP USD നമ്മൾ നോക്കുന്നത് നമ്മൾ നോക്കുന്ന സെൽ സൈഡ് എൻട്രി ആണ്, കാരണം ഓൾറെഡി ഡൗൺ ട്രെൻഡിലാണ്, സെൽ എടുത്ത് വരികയാണ്. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഇവിടുന്ന് നമ്മളൊരു സെൽ സൈഡ് എൻട്രി എന്ത് ചെയ്യും, നമ്മൾ നോക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, യൂറോ USD നോക്കുന്ന ടൈമിൽ ഇവിടുന്ന് ഓൾറെഡി എൻട്രി എടുത്ത് വരികയാണ്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഏരിയ ഒക്കെ എടുത്തിട്ട് എൻട്രി എടുത്ത് വരികയാണ്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു സെൽ സൈഡ് എൻട്രി നോക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ അതായത് 22-ാം തീയതിക്കത്തെ 3 പ്ലാൻസ്. ഓക്കെ, ഗോൾഡ്, GBP, യൂറോ USD. അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നുകൂടെ സൂം ഇൻ ചെയ്ത് സൂം ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രോപ്പർ പൗസ് ഒക്കെ ചെയ്തിട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊരു റെഫറൻസ് ആക്കിയിട്ട് മാത്രം എടുക്കുക. ഡു യുവർ ഓൺ അനാലിസിസ്. അതുപോലെ തന്നെ നിങ്ങൾ റിസ്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, പ്രോപ്പർ മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കിയിട്ട് ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ പ്ലാൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നാളത്തെ ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.